ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം ലോറൻസ്, താങ്കളുടെ മറ്റ് അഭിപ്രായ പ്രകടനങ്ങൾ ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. ശ്രീ കാനം രാജേന്ദ്രൻ ടെലിഫോണിൽ. ശ്രീ കാനം രാജേന്ദ്രൻ, ഞാനല്ല തെറ്റുകാരൻ, പാർട്ടി ഈ സെക്രട്ടേറിയറ്റാണ് എന്നതാണ് വെഞ്ഞാറമൂട് ശശിയുടെ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത്. ഇതൊരു തെറ്റാണെങ്കിൽ ബെന്നറ്റിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വീഴ്ച വന്നിട്ടുണ്ട്, അത് പാർട്ടിയുടെ സൽപ്പേരിനും പാരമ്പര്യത്തിനും വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കുന്നതാണെങ്കിൽ അതിന് കുറ്റക്കാർ പാർട്ടി സെക്രട്ടേറിയറ്റാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടാണ് ഇപ്പറയുന്ന 3 പേർക്കെതിരെ മാത്രം നടപടിയെടുത്തത്? ഇത് സംബന്ധിച്ച് മെയ് മാസത്തിൽ കൂടിയ സംസ്ഥാന കൗൺസിൽ നിയോഗിച്ച ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷന്റെ നിഗമനങ്ങളിൽ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചർച്ച ചെയ്തപ്പോൾ കമ്മീഷൻ ഇതിന് ഉത്തരവാദികള് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 3 ഉപരി കമ്മിറ്റിയിലുള്ള 3 സഖാക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, മറ്റ് 2 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കമ്മീഷന്റെ ഫൈൻഡിങ്ങില് അനുസരിച്ച്, കമ്മീഷനാണല്ലോ എൻക്വയറി നടത്തുക, ആ കമ്മീഷന്റെ ഫൈൻഡിങ് അനുസരിച്ച് കമ്മീഷൻ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത ആളുകളുടെ മേൽ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന കൗൺസിൽ നടപടിയെടുത്തു. സത്യം, അതിലിപ്പോ എങ്ങനെ എന്നുള്ളതല്ല പ്രശ്നം. അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്തിട്ടുള്ള ആർക്കാണോ അവരുടെ മേൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായി. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ കഴിയൂ. ആ ചുമതലയാണ് ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന കൗൺസിൽ നിർവഹിച്ചത്. പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ കഴിഞ്ഞ കാലത്തെ സേവനങ്ങളോ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ ഒരു കമ്മീഷൻ കുറ്റക്കാര് എന്ന് കണ്ടെത്തിയ ആളുകൾക്ക് എതിരെ കർശനമായ നടപടി കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങൾക്കനുസൃതമായി സ്വീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു വ്യക്തിയുടെയോ 1-2 വ്യക്തികളുടെ പ്രശ്നമല്ല. ശ്രീ കാനം രാജേന്ദ്രൻ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ, അതും ഈ തലത്തിലുള്ള ഉയർന്ന നേതൃസ്ഥാനങ്ങളിലിരിക്കുന്ന വലിയ പാരമ്പര്യമുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ പാലിക്കുന്ന, അല്ലെങ്കിൽ അത്രമേൽ ഗൗരവതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ല തെറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് അവർക്കെതിരെ ഇത്ര ശക്തമായ നടപടിയെടുക്കുക എന്നത് സ്വാഭാവികമായും കേരളത്തിലെ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്നതാണ്. താങ്കളുടെ പാർട്ടിയുടെ സ്ഥിതിയും അങ്ങനെ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ അറിയാം. അങ്ങനെയെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. സി ദിവാകരൻ അടക്കമുള്ള മറ്റ് 2 പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ കർക്കശമായ നടപടി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അതിന് കാരണമാവുക സ്വാഭാവികമായും വലിയ ആരോപണങ്ങളും വലിയ കുറ്റങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം അല്ലോ. CPIയുടെ സൽപ്പേരിനും പാരമ്പര്യത്തിനും വലിയ തോതിൽ ഭംഗം വരുത്തുന്ന രീതിയിലുള്ള വീഴ്ചകളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്ന് സെക്രട്ടറി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആ കുറിപ്പ് വായിച്ചുകൊണ്ട് പറയുകയുണ്ടായി. സൽപ്പേര് പാരമ്പര്യം എന്നത് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. സൽപ്പേരും പാരമ്പര്യവും കളഞ്ഞുകുളിക്കും വിധം ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്നതിന് വേണ്ടി പണം വാങ്ങി എന്ന കണ്ടെത്തൽ പാർട്ടിക്കുണ്ടോ? പാർട്ടി നടത്തിയിട്ടുണ്ടോ? അത് വ്യക്തിപരമായി ഇപ്പൊ ഈ കമ്മീഷന്റെ റിപ്പോർട്ടില് ആരും വ്യക്തിപരമായി പണം വാങ്ങിയതായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. അത് നിങ്ങൾ മാധ്യമങ്ങൾ, ചാനലുകൾ കഴിഞ്ഞ കാലം കോഴ വിവാദം എന്നൊക്കെ പറഞ്ഞ, കമ്മീഷനൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി പണം വാങ്ങുന്നത് മാത്രമല്ല തെറ്റ്. ഒരു കമ്മ്യൂണിസ്റ്റ് സദാചാരത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ ആ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഈ നടപടിക്ക് വിധേയരായ സഖാക്കൾ ഉൾപ്പെടെ അംഗീകരിക്കപ്പെട്ട ഒരു റെക്കമെൻഡേഷന്റെ തുടർ നടപടികൾ എന്നുള്ള നിലയിലാണ് അതെടുത്തിട്ടുള്ളത്. ഇത് ഇത്ര ഗുരുതരമായ തെറ്റിനെടുക്കുന്ന ശിക്ഷയല്ല. ഗുരുതരമായ തെറ്റുകൾക്ക് എടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക, ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. ഒരാളെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അത് സംഘടനാപരമായി എടുക്കുന്ന നടപടി എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ അതിന്റെ കുറ്റത്തിന്റെ ലഘുഗുരുത്വമല്ല. അച്ചടക്കം പാലിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ശ്രീ കാനം രാജേന്ദ്രൻ, 2 കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു. വ്യക്തിപരമായി പണം വാങ്ങിയിട്ടില്ല എന്ന് താങ്കൾ പറയുമ്പോൾ പണം വ്യക്തിപരമായിട്ടല്ലാതെ പാർട്ടിയിലേക്ക് സീറ്റിന്റെ കാര്യത്തിൽ എത്തി എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചാൽ താങ്കൾ എന്ന് മറുപടി നൽകും. ഒപ്പം കമ്മ്യൂണിസ്റ്റ് സദാചാരത്തിന് വിരുദ്ധമായ നടപടികൾ ഉണ്ടായി എന്ന് താങ്കൾ പറയുമ്പോൾ ഈ വ്യക്തിപരമായി പണം വാങ്ങിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് സദാചാരത്തിന് വിരുദ്ധമായ നടപടികളുണ്ടായി എന്ന താങ്കളുടെ വാക്കുകളെ ചേർത്ത് വെക്കുമ്പോൾ പണം ഒഴുകിയിട്ടുണ്ട്,
കമ്മ്യൂണിസ്റ്റ് സദാചാരത്തിന് വിരുദ്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് അതുകൂടെയാണല്ലോ. അതുകൊണ്ട് അത്തരം സംഗതികൾ ഉണ്ടായെങ്കിൽ അത് തുറന്നു പറയാനുള്ള അവസരം പാർട്ടി വിനിയോഗിക്കേണ്ടതല്ലേ? അല്ല, തുറന്നു പറഞ്ഞിട്ടെന്താ കാര്യം? തുറന്നു പറയുകയല്ലോ. തുറന്ന് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് മേൽ നടപടി എടുക്കുകയാണ് പാർട്ടി ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നില്ലല്ലോ. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യമുണ്ട്, പാർട്ടിക്ക് പുറത്തു പറയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ടാണ് ഞങ്ങളൊരു സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കൗൺസിലുകൾ ചേർന്ന് ജനാധിപത്യപരമായി അതിന്റെ പാർട്ടി ഘടകങ്ങളുടെ അവകാശങ്ങൾ വിനിയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് നടപടിയെടുത്തിട്ടുള്ളത്. ഞാൻ തിരിച്ചു വരാം താങ്കളുടെ അല്പസമയം കൂടെ താങ്കളെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീ കാനം രാജേന്ദ്രൻ. ശ്രീ വെഞ്ഞാറമൂട് ശശി, എല്ലാ കാര്യങ്ങളും പാർട്ടി തുറന്നു പറയാറില്ല. തുറന്നു പറയേണ്ടത് നാട്ടുകാരെ അറിയിക്കുക എന്നതാണ് പാർട്ടിയുടെ രീതി. താങ്കൾക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് സദാചാരത്തിന് വിരുദ്ധമായ പാരമ്പര്യത്തെയും സൽപ്പേരിനെയും ഹനിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട് താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്നത് സംബന്ധിച്ച് ഇനി തർക്കത്തിന് അവകാശമില്ല. വ്യക്തിപരമായി പണം ആരും വാങ്ങിയിട്ടില്ല എങ്കിലും അങ്ങനെയല്ലാതെ പണം വന്നുകൂടായികയില്ല. സദാചാര ഭ്രംശമുണ്ടാകുന്ന വിധത്തിൽ ബെനറ്റ് എബ്രഹാമിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നത് ഇതൊക്കെ മതി നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഏത് വിധത്തിലാണ് താങ്കൾ ഇത് വിശദീകരിക്കുക? ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതുകൊണ്ട് താങ്കളെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന് താങ്കൾ പറഞ്ഞാൽ നാട്ടുകാർ അത് വിശ്വസിക്കുകയില്ല. ഇതിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. സദാചാര വിരുദ്ധമായ എന്ത് കാര്യമാണ് നടന്നത് എന്നത് പറയാനുള്ള ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട്. വെഞ്ഞാറമൂട് ശശി പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്കും സൽപ്പേരിനും കളങ്കം ചാർത്തുന്ന സദാചാര വിരുദ്ധമായ നടപടിയുണ്ടായി. പറയണ്ടേ? കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി ജനങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. സദാചാരം എന്ന് നമ്മൾ വാദോരാതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. എല്ലാവരുടെയും സദാചാരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് സദാചാര വിരുദ്ധമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഫണ്ട് സംബന്ധിച്ച് ഞാൻ അതിനകത്തൊരു പങ്കാളിയല്ല. ഇലക്ഷൻ ഫണ്ടിൻ്റെ കാര്യത്തിൽ അത് കൈകാര്യം ചെയ്തത് ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയാണ് അതിൻ്റെ കണക്കും ബാക്കിയുള്ളതും DC-യിലും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലും സമർപ്പിച്ചത്. അതിൽ എനിക്കൊരു പങ്കുമില്ല. അതും വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സദാചാര വിരുദ്ധം പാർട്ടിയുടെ പണം കൂടുതൽ വാങ്ങി സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു എന്ന് പറയുന്നതിലൊന്നും എനിക്കൊരു പങ്കുള്ളതായി അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഒരിടത്തും സൂചിപ്പിക്കുന്നില്ല. ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കുമ്പോൾ ആ അന്വേഷണ കമ്മീഷൻ പറയണമല്ലോ, ഇതിൽ 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി, ഈ 3-ാമത്തെ പ്രതി ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്. അതിൽ പറയണ്ടേ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കുറ്റം ചെയ്തു ഇയാളെ ശിക്ഷിക്കുന്നു. ഓക്കെ, ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ഇതല്ല, ഒരു ഗൂഢ ഉദ്ദേശത്തോടുകൂടി പാർട്ടി നേതൃത്വത്തിലുള്ള ചില ആളുകൾ എന്നെ ഡാം ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രവർത്തനത്തിൻ്റെ അവസാനമാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ തീരുമാനങ്ങളും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അതാണ്, അങ്ങനെയാണ് ജനം കരുതുക. ശ്രീ കാനം രാജേന്ദ്രൻ, സദാചാര വിരുദ്ധമായ എന്തുണ്ടായി എന്ന് നാട്ടുകാരോട് പറയണ്ടേ എനിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ? കുറെ കൂടെ വ്യക്തമായി ജനം ചർച്ച ചെയ്യുമല്ലോ അത് എന്ന് അദ്ദേഹം പറയുന്നു. സാമ്പത്തിക ക്രമക്കേട് നടന്നതുകൊണ്ടാണ് പി രാമേന്ദ്രൻ നായർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്നത് എന്ന് പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറയുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് ഭീഷണിപ്പെടുത്തിയാണ്. ഭീഷണി എന്ന് ഞാൻ ഉപയോഗിക്കുമ്പോൾ ആ വാക്കിനെ അങ്ങനെ മനസ്സിലാക്കും താങ്കളെന്നാണ് എൻ്റെ തോന്നൽ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പി രാമേന്ദ്രൻ നായർ ഇക്കാര്യങ്ങളെ നേരിട്ടത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒഴുക്ക് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അത് പക്ഷേ ഈ പറയുന്ന 3 പേർ മാത്രമല്ല അതിന് കുറ്റക്കാർ. ഈ പണം മറ്റെവിടങ്ങളിലോ എത്തിയിട്ടുണ്ട്. CPI എന്ന പാർട്ടി തന്നെ കുറ്റക്കാരാണ്. ഈ സൽപ്പേരും പാരമ്പര്യവും ലംഘിക്കപ്പെടുന്ന വിധത്തിലുള്ള വീഴ്ചകൾക്ക് ഉത്തരവാദി ആ പാർട്ടി മൊത്തത്തിലാണ് എന്ന ദൃശ്യമാണ് നാട്ടുകാർക്ക് മുന്നിൽ ഉണ്ടാവുക. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കൗൺസിലിന്റെ മുമ്പാകെ അവിടെ വന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ കുറ്റം എന്ന് ചോദിച്ചാൽ 1, 2, 3 എന്ന് പറഞ്ഞ 5 പേരുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർക്കെതിരെ മാത്രമേ നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. ആ നടപടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നടപടി സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ചാനലിൽ വന്നിരുന്ന
ആ നടപടിക്ക് വിധേയനായിട്ടുള്ള സഖാവുമായിട്ട് ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത എനിക്കുണ്ടാവുന്നത് ശരിയല്ല. അവർക്ക് അവിടെ തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. ഈ നടപടിയെ സംബന്ധിച്ച് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾ, തെറ്റുകൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർ പറഞ്ഞ വിശദീകരണങ്ങൾ കേട്ടതിന് ശേഷവും പാർട്ടി സംസ്ഥാന കൗൺസിലിന് അവർ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നടപടി എടുത്തിട്ടുള്ളത്. നടപടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു തെറ്റുണ്ടായാൽ, കുറ്റമുണ്ടായാൽ അത് സഖാവ് ശശി പറയുന്നത് പോലെ ഒരാളിനെ ഡാം ചെയ്യാൻ വേണ്ടിയല്ല, അയാളെ കറക്റ്റ് ചെയ്യാനും നല്ല കമ്മ്യൂണിസ്റ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് നടപടികൾ, അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നത്. ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെല്ലാം ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന സഖാവ് ശശി ഒരു കമ്മ്യൂണിസ്റ്റ് ആയി തന്നെ തുടർന്നും നിൽക്കണം, പ്രവർത്തിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ കാനം രാജേന്ദ്രൻ, ഒരു കാര്യം കൂടെ, ഈ ആളുകളെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണല്ലോ ഈ നടപടികൾ എടുക്കുന്നത്. താങ്കൾ പറഞ്ഞു 5 പേർക്ക് ഇത് സംബന്ധിച്ച് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന്. 3 പേരുടെ നടപടി മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ഇനിയും തിരുത്തേണ്ടുന്ന 2 പേർ ബാക്കിയുണ്ടോ? അവരാരാണ്? അത് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അറിഞ്ഞാൽ മതിയല്ലോ. അത് ഞങ്ങളുടെ സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ടതല്ല. അവർ താഴെ ഘടകങ്ങളിലുള്ളവരാണ്. അവര് തിരുവനന്തപുരം DC-യോട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അവർ ബന്ധപ്പെട്ട ഘടകങ്ങളോട് ആവശ്യപ്പെടും. അതാണ് ചെയ്യേണ്ടത്. അതിപ്പോ ഞാൻ ചാനലിൽ കൂടി ആരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്താൻ കഴിയില്ല. തീർച്ചയായും അത് ശരിയുമല്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കാനം രാജേന്ദ്രൻ, ശ്രീ NP ചേക്കുട്ടി അദ്ദേഹം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ NP ചേക്കുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ സംഭവ വികാസങ്ങളെ കാണുന്നത്? ഏതു വിധത്തിലുള്ള പാരമ്പര്യത്തിൻ്റെയും ഇപ്പറയുന്ന സൽപ്പേരിൻ്റെയും ഒക്കെ ഭഞ്ജനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? പ്രധാനമായിട്ട് CPIയെ സംബന്ധിച്ചിടത്തോളം ഇത് പാർട്ടിക്ക് പറ്റിയ വളരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരാജയം, വളരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തെറ്റാണ് ഇപ്പോ 3 ഇൻഡിവിജ്വൽസിന്റെ, ഇപ്പൊ 5 ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നു, 5 ഇൻഡിവിജ്വൽസിന്റെ മേലിൽ ചുമത്താൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കാൻഡിഡേറ്റിനെ വെച്ച സമയത്ത് തന്നെ അതുമായിട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, രാഷ്ട്രീയമായിട്ട് നടക്കുന്ന ഒരു പോരാട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വളരെ സാമുദായികമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ചു എന്ന വ്യാഖ്യാനമാണ് പാർട്ടി നൽകിയത്. അത് തന്നെ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളിൽ നിന്നുള്ള വ്യതിചലനമായിരുന്നു. ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയമായ പോരാട്ടത്തിന്റെ വേദിയിൽ നിന്ന് മാറി സാമുദായികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷം നിലനിൽക്കുന്ന ഒരു പാരമ്പര്യം ഇതുമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തെക്കുറിച്ചും രാഷ്ട്രീയമായ സദാചാരത്തെക്കുറിച്ചും CPI സംസാരിക്കുന്ന സമയത്ത്, അതായത് അവരുടെ പ്രമേയത്തിൽ പറയുന്ന സമയത്ത്, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കാൻഡിഡേറ്റിനെ സെക്രട്ടേറിയറ്റും അതിന് മുകളിലുള്ള ആളുകളും അംഗീകരിച്ചു കൊണ്ടുവന്നു എന്ന ആ ചോദ്യത്തിന്, ശശിയുടെ ചോദ്യത്തിന് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ജില്ലാ കമ്മിറ്റി അല്ല ഈ കാൻഡിഡേറ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് വന്നിരിക്കുന്ന പരാജയം സെക്രട്ടേറിയറ്റിനും അതിന് മുകളിൽ ലീഡർഷിപ്പിന്റേതുമാണ്. പ്രധാനമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിലും തെറ്റുപറ്റിയും ലീഡർഷിപ്പിനാണ്. ആ തെറ്റുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു തിരുത്തലിനാണ് പാർട്ടി പോകുന്നത്. കാരണം ഏതാനും ഇൻഡിവിജ്വൽസിനെ ബലിയാടാക്കുന്നതിൽ യാതൊരു